ഹലോ മക്കളെ, നമസ്തേ. എ പ്ലസ് ഹിന്ദിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ഗലീലിയോ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഇംഗ്ലീഷ് ആൻഡ് മലയാളം എക്സ്പ്ലനേഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. ദെൻ വി ആർ ഗോയിങ് ടു ഇറ്റ്സ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ഗതിവിധിയാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ഗതിവിധി നോക്കാം. ലേഖ കെ ആധാർ പർ ക്രമബന്ധ് കരെ. ലേഖ കെ ആധാർ പർ ക്രമബന്ധ് കരെ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഒരു ലേഖിൻ്റെ അടിസ്ഥാനത്തിൽ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിനെ ക്രമബന്ധ് കർക്കെ ലിഖേ. നമുക്ക് എപ്പോഴും എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ക്രമത്തിൽ എഴുതാനാണ് അല്ലേ. ഫസ്റ്റ് വൺ, വോ അപ്നി നബ്സ് കാ ഇസ്തമാൽ ഗഡി കെ രൂപമേയും കർത്താത. നമുക്കറിയാം എന്താണ് അദ്ദേഹത്തിൻ്റെ പൾസ് ഒരു വാച്ചിൻ്റെ രൂപത്തിൽ യൂസ് ചെയ്തു അല്ലേ. ഹി യൂസസ് ഹിസ് പൾസ് ആസ് എ ക്ലോക്ക്. സെക്കൻഡ് വൺ എന്താ പറയുന്നത്? വിഭിന്ന ധാതുओं के गोलों को लेकर प्रयोग करता है. എക്സ്പെരിമെൻറ്റ്സ് വിത്ത് ബോൾസ് ഓഫ് ഡിഫറെൻറ്റ് മെറ്റൽസ്. പല മെറ്റൽസ് യൂസ് ചെയ്തിട്ട് ബോൾസ് ഉണ്ടാക്കുന്നു, എന്നിട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നു. ദെൻ वो फानूस के झूलने की दूरी और समय के आपसी संबंध को लेकर अनुमान करता है. He estimates the relationship between the distance and time of swing of lantern. എന്താണ്? അദ്ദേഹം ആ വിളക്കിൻ്റെ ആടുന്ന ദൂരവും അത് ആടാനെടുക്കുന്ന സമയവും തമ്മിലുള്ള ബന്ധം കണക്കാക്കുന്നു. ലാസ്റ്റ് വൺ എന്താണ്? വോ സ്കൂൾ മേ ചൂൽനെ വാലെ ഫാനൂസ് കാ നിരീക്ഷൺ കർത്താ ഹെ. സ്കൂളിൽ തൂക്കിയിട്ടിരിക്കുന്ന ആ വിളക്ക് അദ്ദേഹം പരിശോധിക്കുന്നു അല്ലെ. ഇൻസ്പെക്ട്സ് ദ ലാൻറ്റേൺ ഹാങ്ങിങ് അറ്റ് ദ സ്കൂൾ. ഇതിലേതാണ് ആദ്യം വരുന്നത്? വോ സ്കൂൾ മേ ചൂൽനെ വാലെ ഫാനൂസ് കാ നിരീക്ഷൺ കർത്താ ഹെ അതല്ലേ. ദെൻ നെക്സ്റ്റ് വൺ ഏതാ? വഹ് ഫാനൂസ് കെ ചൂൽനെ കി ദൂരി ഔർ സമയ കെ ആപ്പസി സംബന്ധ കോ ലേക്കർ അനുമാൻ കർത്താ ഹെ അല്ലേ. തേർഡ് വൺ എന്താ? വോ അപ്നി നബ്സ് കാ ഇസ്തമാൽ ഗഡി കെ രൂപമേയും കർത്താ ഹെ. ലാസ്റ്റ് വൺ ഏതായിരിക്കും? വിഭിന്ന ധാതുओं के गोलों को लेकर प्रयोग करता है. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഗലീലിയോ എന്ന് പറയുന്ന സ്റ്റോറി മാത്രമല്ല, ഏത് സ്റ്റോറിയിൽ നിന്നും നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 15 फरवरी गलीलियो दिवस है. मान लें इस अवसर पर आपके स्कूल में विज्ञान प्रदर्शनी होने वाली है. इसके प्रचार के लिए पोस्टर तैयार करें. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ് ചോദിക്കുന്നത്? ഫെബ്രുവരി 15th ഈസ് ഗലീലിയോ ഡേ. ഇമാജിൻ യുവർ സ്കൂൾ ഈസ് ഹോൾഡിംഗ് എ സയൻസ് എക്സിബിഷൻ ടു മാർക്ക് ദിസ് ഒക്കേഷൻ. ഫോർ ദിസ് ക്രിയേറ്റ് എ പോസ്റ്റർ ടു പ്രൊമോട്ട് ഇറ്റ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ സ്കൂളിൽ 15 തീയതി ഫെബ്രുവരി ഗലീലിയോ ദിവസത്തിനോടനുബന്ധിച്ച് ഒരു സയൻസ് എക്സിബിഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ആ സയൻസ് എക്സിബിഷൻ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, ബാക്കിയുള്ള കുട്ടികളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പോസ്റ്റർ ഉണ്ടാക്കാനാണ് പറയുന്നത്. ഓക്കെ, ഒരു പോസ്റ്റർ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ സ്പെഷ്യൽ ഡേ തന്നിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് തന്നെ നമുക്ക് ആദ്യം എഴുതാം. നോക്കിക്കേ, 15 ഫെബ്രുവരി ഒരു ഹൈഫൺ ഇട്ടിട്ട് നമുക്ക് എന്തെഴുതാം? ഗലീലിയോ ദിവസ്. ഇനി എന്താണോ നടക്കുന്നത് അത് അതിൻ്റെ താഴെ കുറച്ച് ചെറുതാക്കിയിട്ട് എഴുതണം. എന്താണ് ഇവിടെ നടക്കുന്നത്? വിജ്ഞാൻ പ്രദർശനി അല്ലേ, സയൻസ് എക്സിബിഷൻ. ഇനി എന്തെങ്കിലും ഏകാംഗി നടക്കുവാണെങ്കിൽ ഏകാംഗി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കേഷൻ ആണെങ്കിൽ സങ്കോഷ്ടി. ക്യാഹി സങ്കോഷ്ടി എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നതാണ്. സങ്കോഷ്ടി എന്ന് പറയുന്നത് സെമിനാറാണ്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു വിഷയം തന്നിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ഡേ തന്നിട്ട് നമ്മളോട് പോസ്റ്റർ ഉണ്ടാക്കാൻ പറയുന്ന സമയത്ത് നമുക്ക് സങ്കോഷ്ടി എന്ന് വിജ്ഞാൻ പ്രദർശനിയുടെ ആ ഒരു സ്ഥാനത്ത് എഴുതാം. എന്നിട്ട് മിസ്സ് കൊടുത്തിരിക്കുന്ന ഈ 4 കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് എഴുതണം. അതാണത് ഒരേ കളറിൽ കൊടുത്തിരിക്കുന്നത്. ഒരിക്കലും മറക്കരുത്. താരീഖ് എന്ന് പറയുന്നത് ഡേറ്റ് ആണ്. ഡേറ്റ് എന്നാണ്? ഫെബ്രുവരി 15th ആണ്. നെക്സ്റ്റ് സ്ഥാനാണ്. സ്ഥാനം എന്താണ്? സ്കൂൾ സഭാഗൃഹ് എന്ന് പറയുന്നത് സ്കൂൾ ഓഡിറ്റോറിയം. ദെൻ ഏത് സമയത്താണ് ഈ പരിപാടി നടക്കുന്നത്? സുബഹ് 10 ബജെ സെ 10 ബജെ സെ, രാവിലെ 10 മണി മുതൽ നടക്കുന്നു. ഉദ്ഘാടൻ ആരാണ് ഉദ്ഘാടനം ചെയ്യുന്നത്? പ്രധാൻ അധ്യാപിക, നമ്മുടെ പ്രിൻസിപ്പാളാണ്. ദെൻ എല്ലാത്തിൻ്റെയും അടിയിലായിട്ട് എന്തെഴുതണം? സബ്കാ സ്വാഗത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. രേഖാങ്കിത ശബ്ദോं का अर्थ अलग अलग संदर्भों में समझे और नए वाक्य बनाए. എന്താണ് രേഖാങ്കിത ശബ്ദോं का अर्थ? രേഖാങ്കിത് എന്ന് പറയുന്നത് അണ്ടർലൈൻ ചെയ്ത വേർഡ്സിനെ മീനിങ് മനസ്സിലാക്കിയിട്ട് അത് ഏതൊക്കെ കോണ്ടെക്സ്റ്റിലാണ് യൂസ് ചെയ്യുന്നതെന്നും അതേപോലെയുള്ള പുതിയ സെൻറ്റൻസസ് ഉണ്ടാക്കാനുമാണ് പറയുന്നത്. നോക്കാം. അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഓഫ് ദ അണ്ടർലൈൻഡ് വേർഡ്സ് ഇൻ ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റ് ആൻഡ് മേക്ക് ന്യൂ സെൻറ്റൻസസ്. ഇവിടെ നോക്കിക്കേ. ഫസ്റ്റ് വൺ, കുച്ച് ദേർ ബാദ് ചാന്ദ് കോ ദേഖ്തേ ഹുയേ വോ ഉത്തർനേ ലഗാ. കുറച്ച് സമയത്തിന് ശേഷം ചന്ദ്രനെ നോക്കിക്കൊണ്ട് അവൻ ഇറങ്ങാൻ തുടങ്ങി. കണ്ടോ, ഉത്തർനേ ലഗ എന്ന് പറയുന്ന ആ ഒരു വേർഡ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മീനിങ് തുടങ്ങി. ഉത്തർനേ എന്ന് പറഞ്ഞാൽ ഇറങ്ങുക, അതിൻ്റെ കൂടെ ലഗ ചേർത്തപ്പം ഇറങ്ങാൻ തുടങ്ങി.
ഇനി ലെഗ സെയിം വേർഡ് തന്നെ വേറൊരു സിറ്റുവേഷനിൽ യൂസ് ചെയ്തിരിക്കുന്നത് നോക്കിക്കേ. അപ്പോൾ അതിൻ്റെ അർത്ഥവും മാറുന്നുണ്ട്. നമുക്ക് നോക്കാം. ഉസേ ഏസാ ലെഗ, ഉസേ മീൻസ് അവന്, ഏസാ ലെഗ ഇങ്ങനെ തോന്നി, കി ചാന്ദ് ബി ഉസ്കെ സാത്ത് ചട് രഹാ താ, ചന്ദ്രനും അവൻ്റെ കൂടെ ഇറങ്ങി വരുന്നതായിട്ട് അവന് തോന്നി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ്? ആഫ്റ്റർ സം ടൈം ലുക്കിംഗ് അറ്റ് ദ മൂൺ ഹി സ്റ്റാർട്ടഡ് ഡിസെൻഡിങ് അല്ലേ. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിൽ നമ്മൾ ഈ ലെഗ യൂസ് ചെയ്തത് ഏതർത്ഥത്തിലാണ്? ടു സ്റ്റാർട്ട് അല്ലേ. അപ്പോൾ ഇതിൽ മീനിങ് വരുന്നത് എന്താണ്? ടു സ്റ്റാർട്ട് എന്നാണ്. പക്ഷേ ഇവിടെ ഏസാ ലെഗ എന്ന് പറയുന്നത് അവന് തോന്നി എന്ന മീനിങ്ങിലാണ് അല്ലേ. ഹി ഫെൽറ്റ് അല്ലെങ്കിൽ ഹി തോട്ട് ആസ് ഇഫ് ദ മൂൺ വാസ് ഓൾസോ റൈസിങ് വിത്ത് ഹിം. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ രണ്ടർത്ഥമാണ് ലെഗ എന്ന് പറയുന്ന വേർഡിനുള്ളത്. ഈ ഫസ്റ്റ് പറയുന്ന ടു സ്റ്റാർട്ട് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സെൻറ്റൻസിൻ്റെ ലാസ്റ്റ് ആയിരിക്കും വരിക. ഓക്കെ, അതേപോലെ തന്നെ ഒരു വെർബിനോട് ചേർന്നിട്ടായിരിക്കും ഈ ലെഗ വരിക, തുടങ്ങുക എന്ന് പറയുന്ന അർത്ഥം. ഓക്കെ, മറ്റേത് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഉസേ ഏസാ ലെഗ, അവൻ അങ്ങനെ തോന്നി. അതെന്തായാലും ഏതെങ്കിലും ഒരു കർത്തായുടെ കൂടെ ആയിരിക്കും വരുന്നുണ്ടാകുക. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ നോക്കാം. വഹ് ഫാനൂസ് ദേക്കിനെ ലെഗ, അയാൾ ഫാനൂസ് ലൈറ്റാണ്, ദേക്കിനെ ലെഗ നോക്കാൻ തുടങ്ങി. കണ്ടോ, ദേക്കിനെ എന്ന് പറയുന്നത് വെർബാണ്, വെർബിൻ്റെ കൂടെയാണ് തുടങ്ങി എന്ന അർത്ഥത്തിലുള്ള ലെഗ വന്നിരിക്കുന്നത്. ഒരു എക്സാമ്പിളും കൂടെ നോക്കിക്കേ. ബുക്കാർ തേസ് ചൽനെ ലഗി, പനി കൂടി തുടങ്ങി. കണ്ടോ, അവിടെ ചൽനെ എന്ന് പറയുന്നത് ഒരു വേർബാണ്, അതിനോട് ചേർന്നിട്ടാണ് ലെഗ വന്നിരിക്കുന്നത്. ഈ ലെഗ, ലഗി, ലെഗെ, ലഘീം എന്നൊക്കെ വരാറുണ്ട്. ലെഗ എന്ന് പറയുന്നത് സിംഗുലർ ഏകവചൻ പുല്ലിംഗിൻ്റെ കൂടെയാണ് ലെഗ വരിക. ലഗി അപ്പോൾ ആരുടെ കൂടെയായിരിക്കും? ഏകവചൻ സ്ത്രീലിംഗിൻ്റെ കൂടെയായിരിക്കും. ലഘെ ബഹുവചൻ പുല്ലിംഗിൻ്റെ കൂടെയായിരിക്കും. ലഘീമോ ബഹുവചൻ സ്ത്രീലിംഗിൻ്റെ കൂടെയായിരിക്കും. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വേറൊരു എക്സാമ്പിൾ നോക്കാം. മുझे ലഗ കി വോ നാരാസ് ഹേ, എനിക്ക് തോന്നി അദ്ദേഹം ഭയങ്കര ദേഷ്യത്തിലാണ്. കണ്ടോ, മുझे ലഗ എനിക്ക് തോന്നി. ഏതെങ്കിലും ഒരു കർത്ത ഇവിടെ ആരാണ്? സബ്ജക്റ്റ് ആരാണ്? മുझे. ഈ ഒരു ലെഗ എപ്പോഴും സെൻറ്റൻസിൻ്റെ തുടക്കത്തിലായിരിക്കും വരിക. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. ഉസേ ലെഗ കി ഇസ്തമാൽ ഗഡി കെ രൂപമേ കിയാ ജാ സക്താ, ഇവിടെ ഒരു വേർഡ് മിസ്സായിട്ടുണ്ട്. ഉസേ ലെഗ കി നബ്സ് കെ ഇസ്തമാൽ ഗഡി കെ രൂപമേം കിയാ ജാ സക്താ, അവന് തോന്നി അവൻ്റെ പൾസ് എന്തിൻ്റെ വാച്ചിൻ്റെ രൂപത്തിൽ ഉപയോഗിക്കാമെന്ന്. ഓക്കെ, नेक्स्ट क्वेश्चन होगा. कुछ दिनों के बाद गैलीलियो को उसके पिता ने डॉक्टरी पढ़ने के लिए भेज दिया, मगर वो तो वैज्ञानिक बनना चाहता था. उसने अपने आप विषय बदल लिए. गैलीलियो के निर्णय पर आपका विचार क्या है? എന്താണ് ക്വസ്റ്റ്യൻ വരുന്നത്? ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ് ഗലീലിയോ വാസ് സെൻഡ് ബൈ ഹിസ് ഫാദർ ടു സ്റ്റഡി മെഡിസിൻ. അല്ലേ, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അദ്ദേഹത്തിൻ്റെ ഫാദർ മെഡിസിൻ പഠിക്കാൻ പറഞ്ഞയച്ചു. ബട്ട് ഹി വാണ്ടഡ് ടു ബിക്കം എ സയൻറ്റിസ്റ്റ്. പക്ഷേ അദ്ദേഹം എന്താവാനാണ് ആഗ്രഹിച്ചത്? സയൻറ്റിസ്റ്റ് ആവാനാണ്. ഹി ചേഞ്ചഡ് ഹിസ് സബ്ജക്റ്റ് ഓൺ ഹിസ് ഓൺ. നമ്മൾ പറഞ്ഞു സയൻറ്റിസ്റ്റ് ആവണമെങ്കിലും മെഡിസിൻ പഠിക്കണമെങ്കിലും വേറെ വേറെ സബ്ജക്റ്റാണ്. സോ അദ്ദേഹം സ്വയം തന്നെ വീട്ടിൽ ആരോടും ചോദിക്കാതെ സബ്ജക്റ്റ് ചേഞ്ച് ചെയ്തു. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അല്ലെങ്കിൽ വാട്ട് ഈസ് യുവർ തോട്ട്സ് ഓൺ ഗലീലിയോസ് ദിസ് ഡിസിഷൻ? നമ്മളോട് ചോദിക്കുവാണ്, ഗലീലിയോയുടെ ഈ ഡിസിഷനിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആൻസർ നോക്കാം. ഗലീലിയോ കാ നിർണയ് സാഹസിക ഔർ സഹീത. ഗലീലിയോയുടെ ഈ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് വാസ് വെരി ബോൾഡ് ആൻഡ് കറക്റ്റ്. അദ്ദേഹത്തിൻ്റെ ഡിസിഷൻ വളരെ ബോൾഡായതും കറക്റ്റുമാണ്. ക്യോംകി വ്യക്തി കോ വഹി കാര്യ കർണ ചാഹിയെ ജിസ്മേ ഉസ്കി ദിൽചസ്പി ഔർ യോഗ്യത ഹോ. കാരണം എന്താ? ബിക്കോസ് എ പേഴ്സൺ ഷുഡ് ഡു ഓൺലി ദാറ്റ് വർക്ക് ഇൻ വിച്ച് ഹി ഹാസ് ഇൻട്രസ്റ്റ് ആൻഡ് എബിലിറ്റി. ഒരു പേഴ്സൺ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള താല്പര്യവും കഴിവുമുള്ള ജോലി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഉസ്കാ യഹ് നിർണയ് ഹമേം സിക്കാതാ ഹേ കി സച്ചി സഫലത രുചി ഔർ ലഗൻ കെ അനുസാർ കാര്യ കർണേ സേ ഹി മിൽത്തി ഹേ. അദ്ദേഹത്തിൻ്റെ താല്പര്യത്തിനും സമർപ്പണത്തിനും അനുസൃതമായി പ്രവർത്തിച്ചാലേ യഥാർത്ഥ വിജയം കൈവരിക്കാൻ കഴിയൂ എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഹിസ് ഡിസിഷൻ ടീച്ചേഴ്സ് ആസ് ദാറ്റ് ട്രൂ സക്സസ് ഈസ് അച്ചീവഡ് ഓൺലി ബൈ വർക്കിംഗ് അക്കോർഡിംഗ് ടു ഇൻട്രസ്റ്റ് ആൻഡ് ഡെഡിക്കേഷൻ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. गैलीलियो के जीवन एवं दृष्टिकोण की विशेषताएं क्या क्या है? संकेतों के आधार पर टिप्पणी लिखे. ഇത് നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ടിപ്പണിയാണ്. ഗലീലിയോയുടെ ഒരു ജസ്റ്റ് ക്യാരക്ടർ സ്കെച്ച് എന്നുള്ള രൂപത്തിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഗലീലിയോയുടെ ഈ ഒരു സ്വഭാവത്തിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ജീവൻ കി ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ എടുത്ത് ചോദിക്കാം. ജീവൻ ഏവം ദൃഷ്ടികോൺ കി വിശേഷതായും ക്യാ ക്യാ ഹേ. ഓക്കെ, നമുക്കിതിൻ്റെ ആൻസർ നോക്കാം. ഗലീലിയോ ജിജ്ഞാസു സ്വഭാവ് കേത്. ഗലീലിയോ ആരായിരുന്നു? ഗലീലിയോ വാസ് എ മാൻ ഓഫ് ഇൻക്വിസിറ്റീവ് നേച്ചർ. ഗലീലിയോ എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രത്യേക ക്യാരക്ടറുള്ള ഒരു വ്യക്തിയാണ്. വേ ഹമേശ അപ്പിനെ പരിസർ
का निरीक्षण करते थे और प्रकृति को समझने की कोशिश करते थे. അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിൻ്റെ പരിസരം നിരീക്ഷിക്കുകയും പ്രകൃതിയെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. He always observed his surroundings and sought to understand nature. सत्य की खोज में वे केवल कल्पना पर भरोसा नहीं करते थे. സത്യം അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരിക്കലും ഇമാജിനേഷന് മാത്രം ഡിപ്പെൻഡ് ചെയ്തില്ല. ഇൻ ഹിസ് സെർച്ച് ഓഫ് ട്രൂത്ത് ഹി ഡിഡിൻറ്റ് ഡിപ്പെൻഡഡ് ഓൺ ഇമാജിനേഷൻ ബൽക്കി സാബൂത്തോങ്കോ ആശ്രയ ലേത്തെ थे. പക്ഷേ മറിച്ച് അദ്ദേഹം എന്തിനെയാണ് സബൂത്തേംകോ ആശ്രയ ലേത്തെ थे. തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. ഉन्होंने अपने जीवन में कई बार कठिन परिस्थितियों का सामना किया. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് തവണ കഠിനമായ പരിസ്ഥിതിയെ എന്ത് ചെയ്തിട്ടുണ്ട്, ഫേസ് ചെയ്തിട്ടുണ്ട്. ഹി ഫേസ്ഡ് മെനി ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് ഇൻ ഹിസ് ലൈഫ്. പരന്തു സ്വയം നിർണയ ലേക്കർ അപ്പിനെ രാസ്തയെ ചുനെ. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തു? ഹി മെയ്ഡ് ഹിസ് ഓൺ ഡിസിഷൻ ആൻഡ് ചോസ് ഹിസ് ഓൺ പാത്ത്. गलीलियो ने हर कठिनाई और विरोध का सामना करते हुए चुनौतियों का स्वीकार किया और आधुनिक विज्ञान को नए दिशा दी. गलीलियो accepted challenges in the face of every difficulty and opposition and gave a new direction to modern science. ഗലീലിയോ എന്ത് ചെയ്തു? എല്ലാ ബുദ്ധിമുട്ടുകൾക്കും എതിർപ്പുകൾക്കും മുന്നിൽ ഗലീലിയോ വെല്ലുവിളികളെ സ്വീകരിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ആധുനിക ശാസ്ത്രത്തിന് ഒരു പുതിയ ദിശാബോധം നൽകി. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. वो बिना साबूत के, ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള ആ സൈഡിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നോക്കാം. वह बिना साबूत के कुछ नहीं स्वीकार करता था. लड़के के इस मनोभाव पर अपनी राय प्रकट करे. തെളിവില്ലാതെ അവൻ ഒരു കാര്യവും വിശ്വസിക്കില്ല. ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ നിങ്ങളുടെ അഭിപ്രായം എഴുതുക എന്നതാണ് ക്വസ്റ്റ്യൻ. ഹി വുഡ് നോട്ട് അക്സെപ്റ്റ് എനിത്തിങ് വിതൗട്ട് പ്രൂഫ്. എക്സ്പ്രസ് യുവർ ഒപ്പീനിയൻ ഓൺ ദിസ് ആറ്റിറ്റ്യൂഡ് ഓഫ് ഗലീലിയോ. അപ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് പറയുന്നത് മേരി രായ്മയും എൻ്റെ അഭിപ്രായത്തിൽ ഗലീലിയോ തർക്ക और प्रमाण का पक्षधर है. ഗലീലിയോ വാസ് എ പ്രൊപ്പണൻ്റ് ഓഫ് ലോജിക് ആൻഡ് എവിഡൻസ്. ലോജിക്കിൻ്റെയും എവിഡൻസിൻ്റെയും ബേസിസിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. शुक्राचार्य के इस लेख में बताया गया है कि उसने परंपराओं और अंधविश्वासों को बिना प्रमाण स्वीकार नहीं किया. शुक्राचार्य's article explained that he did not accept tradition and superstitions without evidence. അദ്ദേഹം ഒരു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ങ്ങളുടെയും ബേസിസിൽ ഒരു കാര്യവും വിശ്വസിക്കുന്നില്ല, തെളിവിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. मुझे वैज्ञानिक बनने का मन है तो मैं विज्ञान क्यों ना पढ़ूं. गलीलियो के स्वभाव की कौन सी विशेषता यहाँ प्रकट होती है. If I want to become a scientist, why should I not study science? Which characteristic of Galileo's personality is revealed here. ഏത് തരത്തിലുള്ള ക്യാരക്ടറിസ്റ്റിക് ആണ് ഗലീലിയോയുടെ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. इस कथन से गलीलियो की जिज्ञासा, आत्मविश्वास और अडित संकल्प की विशेषता प्रकट होती है. The statement reveals Galileo's inquisitiveness, self-confidence and unwavering determination. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്താണ്? ഗലീലിയോയുടെ അന്വേഷണത്തിനുള്ള ഒരു മൈൻഡും അതേപോലെ ആത്മവിശ്വാസം പിന്നെ ദൃഢനിശ്ചയം എന്നിവയൊക്കെയാണ് നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിലൂടെ അറിയാൻ സാധിക്കുന്നത്. ഉസ്നെ വിരോധ് और डांड के बावजूद अपने वैज्ञानिक मार्ग को नहीं छोड़ा. അദ്ദേഹം എന്ത് ചെയ്തില്ല? ഹി പെർസിസ്റ്റഡ് ഇൻ ഹിസ് സയൻറ്റിഫിക് പാത്ത് ഡെസ്പിറ്റ് ഓപ്പോസിഷൻ ആൻഡ് റിവ്യൂ. അപ്പോൾ അദ്ദേഹം ഒരു തരത്തിലുള്ള എതിർപ്പുകളും ശാസനകളും വകവെക്കാതെയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു പാതയിൽ ഉറച്ചു നിന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിജ്ഞാൻ കാ മത്ലബ് പ്രയോഗ് ഹെ ഇസസെ ആപ് ക്യാ സമജ്തേ ഹെ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ഗലീലിയോ പറയുന്നുണ്ട് വിജ്ഞാൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? പ്രയോഗമാണ്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നത്? ഇസ്കാ മത്ലബ് ഹെ കി വിജ്ഞാൻ മേം ഹർ ബാത്തോं को आजमाकर करके देखना जरूरी होता है. ഇതിനർത്ഥം ശാസ്ത്രത്തിൽ എല്ലാം പ്രയോഗിക്കപ്പെടുകയും അല്ലെങ്കിൽ തെളിയിക്കപ്പെടുകയും വേണം എന്നതാണ്. This means that in science everything must be tested and proven. जब तक कोई चीज़ प्रयोग से साबित ना हो उसे सच नहीं माना जाता. അപ്പോൾ unless something is proven through experimentation it is not considered truth. അപ്പോൾ നമുക്കൊരിക്കലും ഇങ്ങനെ എക്സ്പെരിമെൻസിലൂടെ ഇത് കറക്റ്റാണെന്ന് പറയാതെ അല്ലെങ്കിൽ തെളിവിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ ഒരു കാര്യവും കറക്റ്റാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. इसलिए विज्ञान का असली तरीका ही प्रयोग करना है. അതുകൊണ്ടാണ് ഈ ഒരു സയൻസിൻ്റെ കറക്റ്റ് മെത്തേഡ് എക്സ്പെരിമെൻറ്റേഷൻ എന്ന് പറയുന്നത്. नेक्स्ट क्वेश्चन. पुराने ज़माने में समय जानने के लिए लोगों ने क्या क्या उपाय अपनाए होंगे. പണ്ടത്തെ കാലത്ത്
സമയം കണക്കാക്കാൻ ആളുകൾ എന്തൊക്കെ തരത്തിലുള്ള ഉപായങ്ങളാണ് സ്വീകരിച്ചിരുന്നത്? ഇത് ഒരു जनरल क्वेश्चन ആണ്. നമുക്ക് എങ്ങനെ എഴുതാം? पुराने ज़माने में लोग समय जानने के लिए सूरज की दिशा, चाय की लंबाई, सूर्य की घड़ी, जल घड़ी और सितारों की चाल का उपयोग करते थे. In ancient time, people used the direction of the sun, the length of shadows, പിന്നെന്താ വാട്ടർ ക്ലോക്സ് ആൻഡ് ദ മൂവ്മെൻറ്റ് ഓഫ് സ്റ്റാർസ് ടു ടെൽ ദ ടൈം. അല്ലേ? ഇപ്പോഴും നമ്മൾ ചില നിങ്ങളുടെ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, ഷാഡോയുടെ ലെങ്ത്ത് നോക്കിയിട്ട് നമുക്ക് ടൈം ഫൈൻഡ് ചെയ്യാൻ പറ്റും അല്ലേ? वे सूर्योदय, सूर्यास्त और चांद की कलाओं से भी समय का अंदाज़ा लगाता था. They also used sunrise, sunset and the phases of the moon to determine the time. അപ്പോൾ അവർ സൺറൈസും സൺസെറ്റും നോക്കിയിട്ടും എന്ത് ചെയ്തിരുന്നു? ടൈം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയുമാണ് ഗലീലിയോ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ധന്യവാദ്.